ഒരിക്കലും ഞാൻ കബഡി വെച്ച് നോക്കിയിട്ട് ഒരു സ്ത്രീ എടുത്ത് പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ അടുത്ത് തന്നെ പാമ്പ് കയറാൻ സാധ്യതയുണ്ട്, ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഒരു പരിഹാസത്തോടു കൂടി എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്, രുമേനി അതിന് സാധ്യതയില്ല. കാരണം ഞാൻ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്, 13ാമത്തെ നിലയിലാണ് ഞാൻ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ ഒരിക്കലും പാമ്പ് വന്ന് കയറാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു. ശരി, ഞാൻ പറഞ്ഞു ഇങ്ങനെ കാണുന്നുണ്ട്, നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചോളൂ എന്ന് പറഞ്ഞു. ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർ എന്നെ വിളിക്കുകയാണ്, ഫോണിൽ പരിഭ്രാന്തിയോടുകൂടി വിളിച്ചു പറയാണ്, തിരുമേനി എൻ്റെ വീട്ടിൽ പാമ്പ് കയറി. കാക്കയോ പരുന്തോ അങ്ങനെ ഏതോ ഒരു പക്ഷി ഈ പാമ്പിനെ കൊത്തിയെടുത്തുകൊണ്ട് വന്നപ്പോൾ, കാലിലിങ്ങനെ കുരുക്കി എടുത്തുകൊണ്ട് വന്നപ്പോൾ അവിടെ ഒരു കമ്പി എങ്ങാണ്ടുണ്ട്, ആ സിറ്റ് ഔട്ടുമായിട്ട് ബന്ധപ്പെട്ട കമ്പിയിൽ അവിടെ കൊണ്ടുവച്ചപ്പോൾ പാമ്പ് വഴുതി ജനാലയിലൂടെ അകത്ത റൂമിലേക്ക് വീഴുകയാണ്, കിടക്കയിലേക്ക് വീഴുകയാണ്. ഈ സമയത്ത് അവരുടെ 4-5 വയസ്സ് പ്രായമുള്ള കുട്ടി അകത്തേക്ക് കയറി വന്ന പാവം കാണുകയും അവൻ നിലവിളിച്ചുകൊണ്ട് വെളിയിലോട്ട് ഓടുകയും ഇവർ വന്ന് കാണുകയും പിന്നെ ഫ്ലാറ്റിലെ ആൾക്കാരൊക്കെ വന്ന് അതിനെ തല്ലിക്കൊല്ലുകയോ ഇതൊക്കെ ചെയ്തു എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ചില പ്രത്യേക ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ ആ വീടുമായിട്ട് ബന്ധപ്പെടുത്തി പാമ്പ് പ്രവേശിക്കാൻ സാധ്യതയുണ്ടെന്ന് ഒരു ജ്യോതിഷന് മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല പാമ്പുകൾ വീട്ടിൽ കയറാതിരിക്കാനുള്ള ചില പ്രൊട്ടക്ഷൻ എടുക്കണമെന്ന് അദ്ദേഹത്തിന് നിർദ്ദേശിക്കാനും പറ്റും. ഈ ജ്യോതിഷ കാര്യങ്ങൾ ഇത്തിരി പഠനമുള്ള പലർക്കും ഇതിനെക്കുറിച്ച് പറയാൻ പറ്റുന്നത് തന്നെയാണ്. അപ്പോൾ ഇതിനെ നിസ്സാരമായിട്ട് കാണാതിരിക്കുകയാണ് പരമപ്രധാനമായിട്ടുള്ള കാര്യം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ പാമ്പുകൾ കടന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ട് ദൈവീകമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പം വീട്ടിൽ പാമ്പ് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങൾ ചെയ്യും. വീടിനോട് ചേർന്ന് ഇങ്ങനെ ഇലച്ചാർത്തുകൾ, വീട്ടിൻ്റെ മുകളിലേക്ക് ചാഞ്ഞിരിക്കുന്ന ഇലച്ചാർത്തുകൾ വെട്ടിമാറ്റുക. വള്ളിപ്പടർപ്പുകൾ, ചില ഒരു അലങ്കാര സസ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് വള്ളിപ്പടർപ്പുകളൊക്കെ വീട്ടിന് മുകളിലേക്ക് പടർത്തിയിരുന്നു. പാമ്പുകൾക്ക് ചൂടുകാലത്ത് തണുപ്പ് അന്വേഷിച്ച് വരുന്നതൊക്കെ ചിലപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ കയറി വീട്ടിലെത്തിച്ചേർന്ന് ആപത്തുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല വീടിനോട് ചേർന്ന് ചെടിച്ചട്ടികൾ വെച്ച് നനയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ തണുപ്പ് തേടിയാണ് മിക്കവാറും പാമ്പുകളൊക്കെ വരുന്നത്. അതിൻ്റെ ഇടയിൽ കയറി ചുരുണ്ടുകൂടിയിരിക്കുക, അങ്ങനെയൊക്കെയുള്ള അവസ്ഥ ഉണ്ടായി വരും. മാത്രമല്ല എലികൾ വീട്ടിനകത്ത് ഒരുപാട് പെരുകിയിട്ടുണ്ടെങ്കിൽ അതിനെ ഭക്ഷിക്കാനായിട്ട് പാമ്പുകൾ വരും. പല്ലികളുടെ എണ്ണം കൂടുതലാണെങ്കിൽ അതിനെ പിടിക്കാനായിട്ട് കാട്ടുപാമ്പിൻ്റെ വർഗത്തിൽപ്പെട്ട പാമ്പുകൾ ധാരാളം കയറി വരും. മാത്രമല്ല അനാവശ്യമായിട്ടുള്ള ചപ്പുചവറുകൾ കൂട്ടിയിടുക, അങ്ങനെയൊക്കെ ഉള്ളൊരവസ്ഥ ഉണ്ടെങ്കിൽ തൊണ്ട്, തെങ്ങിൻ്റെ ചകിരി ഇതൊക്കെ കിടക്കുന്ന പ്ലേസുകളിൽ കൂടുതലായിട്ട് പാമ്പുകൾ വന്ന് കിടക്കാറുണ്ട്. ഒഴിഞ്ഞ ടയർ, ട്യൂബ്, മരക്കഷ്ണങ്ങൾ ഇതൊക്കെ കൂട്ടിയിടുന്നത്, മണൽ ചാക്കുകൾ, അതിൻ്റെ ഇടയിലൊക്കെ പാമ്പ് വന്നിരിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പം അത്തരം കാര്യങ്ങൾ നമ്മൾ തന്നെ ഒഴിവാക്കണം. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. വീടും പരിസരമൊക്കെ നന്നായിട്ട് കാടും പടലമൊക്കെ മാറ്റിയിട്ട് പാമ്പിന് കയറി കിടക്കാനുള്ള സാധ്യതകൾ ഒഴിവാക്കുക. മാത്രമല്ല ബഹുരക്ഷയിടത്തേക്കും പാമ്പുകൾ വന്ന് കയറുന്ന എങ്ങനെയാണ്, ഈ കേബിളുകൾ ഉണ്ടല്ലോ, ചിലപ്പോൾ ഇൻ്റർനെറ്റിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കേബിൾ TV-യുടെ കാര്യങ്ങളായിരിക്കാം. അങ്ങനെയുള്ള കേബിളുകളിലൂടെ കടന്നു വരും. വീടുമായിട്ട് അയ കെട്ടുക, തുണി ഉണക്കാൻ വേണ്ടിയിട്ട് മരത്തിൽ കെട്ടിയിട്ട് വീട്ടിൽ ജനാലയായിട്ടൊക്കെ കെട്ടി വെച്ചേക്കും. അതിലൂടെയൊക്കെ പാമ്പുകൾ അകത്ത് വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യം നമ്മൾ ഒഴിവാക്കണം. എന്നിട്ട് നമുക്ക് ദൈവീകപരമായിട്ടുള്ള ചില കർമ്മങ്ങളും കൂടെ വീട്ടിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ ഈ ദൈവാധീനം കൊണ്ട് പാമ്പുകൾ വീട്ടിൽ കയറുന്നത് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അതെന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് ഞാൻ പറഞ്ഞുതരാം. നമസ്കാരം, ഞാൻ RJ അയ്യർ, ഹരിചന്ദന മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ, ജ്യോതിഷ സംബന്ധമായ, മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങൾക്കിതെല്ലാം ലഭ്യമാകുന്നതാണ്. മാത്രമല്ല നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളും ഇതുമൂലം ലഭ്യമാകുന്നതാണ്. അപ്പോൾ പാമ്പ് കയറി കിടക്കാൻ സാധ്യതയുള്ള ചില മണ്ണുകളുണ്ട്. നാഗബന്ധമുള്ള മണ്ണുകൾ, പണ്ട് കാവായിരുന്ന സ്ഥലങ്ങളുണ്ടായിരിക്കും. അല്ലാതെ നാഗങ്ങൾ കൂടുതലായിട്ട് അധിവസിക്കുന്ന സ്ഥാനങ്ങളുണ്ടായിരിക്കും. തണുപ്പ് പടർന്നിട്ടുള്ള മേഖലകളുണ്ടായിരിക്കും. അങ്ങനെ പാമ്പുകൾക്ക് ജീവിക്കാനുള്ള സൗകര്യങ്ങൾ, ഇര പിടിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ കൂടുതലായിട്ടുള്ള വനപ്രദേശം, അല്ലാതെ ചതുപ്പ് പ്രദേശം, ഇവിടെയൊക്കെ കൂടുതലായിട്ട് പാമ്പുകൾ കാണപ്പെടും. അങ്ങനെയുള്ള ഒരിടത്താണ് നിങ്ങളെ വീട് വച്ചിരിക്കുന്നതെങ്കിൽ നന്നായിട്ട് തന്നെ പ്രൊട്ടക്ഷൻ വീട്ടിനകത്ത് ചെയ്തിരിക്കണം. പരമാവധി
അത്തരം സ്ഥാനങ്ങളിൽ നിരന്തരമായിട്ട് പാമ്പ് കയറി വരികയാണെങ്കിൽ അത് ജീവന് ഭീഷണിയായതുകൊണ്ട് അത്തരം സ്ഥാനങ്ങളിൽ നിന്ന് മാറാൻ ഞാൻ പറയാം. നാഗമണ്ണിലാണെങ്കിൽ നിരന്തരമായിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും പാമ്പ് പോകുന്നില്ലെങ്കിൽ അത്തരം മണ്ണിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഇടയ്ക്കും മുറയ്ക്കുമൊക്കെ പാമ്പുകൾ വളപ്പിലും വീട്ടിൻ്റെ പരിസരങ്ങളിലൊക്കെ കാണപ്പെടുന്നവർ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നാഗകോപമുണ്ടോ എന്നുള്ള കാര്യത്തെ തിരിച്ചറിയുകയാണ്. അതിനൊന്ന് ഒരു ജ്യോതിഷനെ എങ്ങാനും നോക്കിക്കഴിഞ്ഞാൽ നാഗകോപം ഉണ്ടോ നമുക്ക് തിരിച്ചറിയാം. അതിനു മുമ്പ് നമുക്ക് വീട്ടിൽ ചില കാര്യങ്ങൾ ചെയ്യാം. ഈശ്വരാധീനം വർദ്ധിപ്പിക്കാനും നാഗത്താമാരുടെ കോപം കുറയ്ക്കാനും നമുക്ക് നാഗപ്രീതി ഉണ്ടായി വരാനുമുള്ള ചില കാര്യങ്ങൾ, അതിനുള്ള മന്ത്രസഹിതമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടൊന്ന് കേൾക്കാൻ ശ്രമിക്കണം. ഒന്നാമത്തെ കാര്യം, നമ്മുടെ പഴമ ഉള്ള ആൾക്കാർക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ്, വീട്ടിന് ചുറ്റാകെ ഇവർ തുളസി നട്ടുപിടിപ്പിക്കാറുണ്ട്. തുളസി എന്ന് പറഞ്ഞാൽ ചില ഇനം പാമ്പുകൾ ഈ തുളസിയുടെ ഗന്ധം കാരണം വന്നു ചേരുകയില്ല. എന്നാൽ എല്ലാ പാമ്പുകളും ഈ തുളസിയെ ഭയക്കൊന്നൊന്നുമില്ല. എന്നാലും ഒരു ഗണ്യമായ അളവിലുള്ള പാമ്പുകളൊക്കെ ഈ തുളസി കൂടുതലുള്ള പരിസരങ്ങളിലേക്ക് വരാതിരിക്കും. എന്നാൽ തുളസി കൊണ്ട് കാട് പിടിപ്പിച്ചു കഴിഞ്ഞാൽ അതിനിടയിൽ കടന്നു വരാൻ പ്രാപ്തിയുള്ള പാമ്പുകൾ കയറി കിടക്കുകയും ചെയ്യും. അതുകൊണ്ട് തുളസി 4 ഭാഗത്തും വേണം, അത് കാടാവാതിരിക്കാനും ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യം, ഭസ്മജലം തളിക്കുക എന്നുള്ളതാണ്. നമ്മൾ ശിവക്ഷേത്രത്തിൽ ചെന്നിട്ട് അഘോര മന്ത്രം കൊണ്ട് ഭസ്മം ജപിച്ച് വാങ്ങിക്കണം. എന്നിട്ട് ഈ ഭസ്മം കുറച്ച് ജലത്തിലെടുത്ത് കലക്കി വീട്ടിൻ്റെ 4 ഭാഗത്തും തളിച്ചിരിക്കുന്നത് ഈ നാഗപരമായിട്ടുള്ള ദോഷങ്ങൾ, നാഗങ്ങൾ വീട്ടിലേക്ക് കടന്നു വരുന്നത് തടുക്കാൻ പ്രയോജനപ്രദമായിട്ടുള്ള കാര്യമാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, സന്ധ്യാസമയത്ത് നമ്മൾ പണ്ട് കാലഘട്ടത്തിലൊക്കെ ചെയ്തിരുന്നൊരു കാര്യമുണ്ട്, ഈ വെളുത്തുള്ളി ഇങ്ങനെ ചതച്ച് വീട്ടിൻ്റെ 4 ഭാഗത്തും ഇടുക എന്നുള്ളത്. സർപ്പങ്ങളുടെ സാന്നിധ്യം അവയ്ക്ക് അതിൻ്റെ രൂക്ഷഗന്ധം അധികം ഇഷ്ടപ്പെടില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് ആ പരിസരങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലുണ്ട്. ചിലർ പണ്ട് ഡീസലൊക്കെ കൊണ്ടുവന്ന് 4 ഭാഗത്തൊക്കെ തളിക്കുന്ന കണ്ടിട്ടുണ്ട്. വെളുത്തുള്ളിയാണ് നമ്മൾ പൊതുവിൽ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. സർപ്പങ്ങളിൽ പലതും നാഗങ്ങളിൽ പലതും ഇത് കാരണം പുറത്തേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്, അതും ഗുണകരമാണ്. അഞ്ചാമത്തെ കാര്യം, നാഗത്തിന് ചിലപ്പം കോപം ഉണ്ടായിട്ട് ആണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ അതിന് തിരിച്ചറിയാനുള്ള ഒരു മാർഗം, നിരന്തരം നമ്മുടെ വളപ്പിലൊക്കെ നാഗങ്ങൾ ഒരുപാട് പാമ്പുകൾ ഇങ്ങനെ കടന്നു വരുന്നുണ്ട്, അങ്ങനെ കാണപ്പെടുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ആയില്യ ദിവസം നിങ്ങളുടെ തൊട്ടടുത്തുള്ള ശിവക്ഷേത്രത്തിലെ നാഗത്തിൽ, അതായത് ശിവക്ഷേത്രത്തിൽ ഉണ്ടായിരിക്കുന്ന നാഗങ്ങൾക്ക് പൂക്കിലയും മഞ്ഞൾപ്പൊടിയും സമർപ്പിക്കുക. ഒരു 3 മാസം തുടർച്ചയായിട്ട് ചെയ്തു വെക്കുക. ഇത് വളരെ ഗുണപ്രദമായിട്ടുള്ള കാര്യമാണ്. ആറാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, വീട്ടിൻ്റെ തെക്ക് ഭാഗത്ത് ഗരുഡക്കൊടി എന്ന് പറയുന്ന സസ്യമുണ്ട്. അത് വീടിന് കുറച്ച് അകലെയായിട്ട് തന്നെയാണ്, തൊട്ടടുത്തല്ല, കുറച്ച് മാറിയിട്ട് ഗരുഡക്കൊടി നട്ടുപിടിപ്പിക്കുന്നത് ഈ പാമ്പുകളുടെ അധിവാസം നമ്മുടെ ഭൂമിയിലേക്ക് കൂടുതലായിട്ട് ഉണ്ടാകാതിരിക്കാൻ ഗുണകരമായിട്ട് പറയപ്പെടുന്നുണ്ട്. ഏഴാമത്തെ കാര്യം നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്, പൂച്ചയെ വളർത്തുക എന്നുള്ളതാണ്. പൂച്ച നമ്മുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ തന്നെ ചെറിയ തരം പാമ്പുകളെയൊക്കെ അത് തന്നെ കശാപ്പ് ചെയ്തോളും, അല്ലെങ്കിൽ അതിനെ ഓടിച്ചു വിടും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ എല്ലാം വീട്ടിൽ ഈ പാമ്പ് ശല്യം കൂടുതലുള്ളവരെല്ലാം ഒരു പൂച്ചയെ വളർത്തുന്നത് ഗുണകരമായിരിക്കും. അടുത്തതെന്ന് പറഞ്ഞാൽ, അനന്ത നാഗരാജ പൂജ കഴിപ്പിക്കുക എന്നുള്ളതാണ്. അത് ഒരു തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അനന്ത നാഗരാജ പൂജ കഴിപ്പിക്കുക. ചിലപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ സർപ്പപൂജ, സർപ്പബലി ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അത് കൃത്യമായിട്ട് നാഗശാപം ആ മണ്ണിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട് വേണം അത് ചെയ്യേണ്ടത്. പിന്നെ നിരന്തരമായിട്ട് നാഗങ്ങൾ സ്വപ്നത്തിൽ വരുന്നു, വീട്ടിനകത്ത് കയറുന്നതായിട്ട് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത ഉണ്ടെങ്കിൽ ഒരു ചെറിയ വെള്ളിയിലെ നാഗരൂപം, വെള്ളിന്ന് വേണ്ട, ഒരു സ്റ്റീൽ പോലത്തെ കിട്ടും, നമുക്ക് 100-200 രൂപയ്ക്കകത്തെ ഈ ആമസോണിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. വെള്ളിയിലെ നാഗരൂപം വാങ്ങിച്ചിട്ട് വലത് കൈയിലെ മോതിര വിരൽ ഈ വെള്ളി നാഗരൂപത്തിൻ്റെ പുറത്ത് സ്പർശിച്ച് ഓം ഹ്രീം അനന്തനാഗമൂർത്തയെ സർവസർപ്പാപരാധം ക്ഷമസ്വ ക്ഷമസ്വ എന്നുള്ള മന്ത്രം 108 തവണ ജപിച്ച് നാഗരൂപം കാവിലോ ക്ഷേത്രത്തിലോ സമർപ്പിക്കുന്നതെന്നാണ്. ഇനി സർപ്പഗായത്രി മന്ത്രം ജപിക്കുന്നത് വളരെ ഗുണകരമായിട്ട് കാണുന്നുണ്ട്. രാവിലെ സമയത്താണ് സർപ്പഗായത്രി മന്ത്രം ജപിക്കേണ്ടത്. കുറച്ച് ജലം കൈക്കുമ്പിളിലെടുത്ത് സർപ്പഗായത്രി മന്ത്രം ജപിച്ച് വീടിൻ്റെ 4 ഭാഗത്തും തളിക്കുന്ന ഒരു രീതി പണ്ട് നമ്മുടെ പൂർവികരൊക്കെ ഇങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവും. മന്ത്രം ഇങ്ങനെയാണ്: ഓം സർപ്പരാജായ വിദ്മഹേ പന്നഗാധിപായ ധീമഹി തന്നോ നാഗ പ്രചോദയാത്. മന്ത്രം ഒരിക്കൽ കൂടി: ഓം സർപ്പരാജായ വിദ്മഹേ പന്നഗാധിപായ ധീമഹി തന്നോ നാഗ പ്രചോദയാത്. കൈക്കുമ്പിളിൽ വെള്ളം എടുത്തിട്ട് ഈ മന്ത്രം ജപിച്ചിട്ട് വീട്ടിൻ്റെ 4 ഭാഗത്തും തളിക്കണം. ഓരോ മൂലയ്ക്കും തളിക്കുമ്പോൾ 8 തവണ ജപിച്ചിട്ട് വേണം തളിക്കാൻ, ഓരോ ഭാഗത്തും കേട്ടോ. 8 തവണ 4 മൂലയിലും തളിച്ചാൽ മതി. ചിലർ നേർപ്പടിയുടെ മുന്നേ തളിക്കാറുണ്ട്, അത് തെറ്റൊന്നുമില്ല. അപ്പോൾ 8 തവണ ജപിച്ച് തളിക്കുക. പരമാവധി ചൂട് കാലമൊക്കെ ആകുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. പാമ്പുകൾക്ക് ആ മാളത്തിൽ നിന്ന് പുറത്ത് കിടക്കാനുള്ള ഒരു വ്യഗ്രത ഉണ്ടാകും. കാര്യം അത്ര ചൂടാണ് അത് അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് പരിസരങ്ങളിലേക്കൊക്കെ ഇറങ്ങി വരും. കാര്യം ചൂട് കാലത്തൊക്കെ അതിൻ്റെ പ്രജനന കാലവും കൂടിയാണ്, കുറച്ചുകൂടി വയലൻ്റൊക്കെ ആയിരിക്കും. അപ്പോൾ
നമ്മൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതിൽ നിന്ന് വലിയ അപകടങ്ങൾ ഉണ്ടായി വരാൻ സാധ്യതയുണ്ട്. പാമ്പ് നമ്മുടെ ദൈവങ്ങളാണ് എന്ന് കരുതി നമ്മൾ പാമ്പിനെ വീട്ടിനകത്തേക്ക് ക്ഷണിച്ചു വരുത്തുന്നത് യാതൊരു നിർബന്ധമില്ല. വീടും പരിസരവും എപ്പോഴും ക്ലീൻ ആക്കി ഇടുക, ക്ലിയർ ആക്കി ഇടുക എന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഇതിന് കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദ്ര മഠം. നമസ്തേ.